നമസ്കാരം. ഞാൻ ഡോക്ടർ ജോസഫ് യൂജൻ, കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ്, നിംസ് ഹോസ്പിറ്റൽ, കണ്ണൂർ. എല്ലാ വർഷവും ജൂൺ 8 വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നു. അത് ആയതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ ബ്രെയിൻ ട്യൂമറിനെ പറ്റി സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ബ്രെയിൻ ട്യൂമർ അഥവാ മസ്തിഷ്കത്തിലെ മുഴകൾ അത്ര സാധാരണമല്ലാത്ത ഒരു രോഗമാണ്. ബ്രെയിൻ ട്യൂമറിനെ നമുക്ക് പ്രധാനമായി രണ്ട് രീതിയിൽ തിരിക്കാം. ഒന്നാമത്തെയാണ് ക്യാൻസറസ് ആൻഡ് നോൺ ക്യാൻസറസ്, അതായത് ക്യാൻസർ മൂലം ഉണ്ടാകുന്ന മുഴകൾ, ക്യാൻസർ അല്ലാത്ത രോഗങ്ങൾ മൂലം ഉണ്ടാകുന്ന മുഴകൾ. ക്യാൻസർ അല്ലാത്ത രോഗം മൂലം ഉണ്ടാകുന്ന മുഴകൾക്ക് ഉദാഹരണങ്ങളാണ് തലച്ചോറിലെ ഇൻഫെക്ഷൻ, അതായത് TB, അതുപോലെ TB ട്യൂബർകുലോസിസ്, അതുപോലെ ഉണ്ടാകുന്ന ട്യൂബർകുലോമ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, അതായത് തലച്ചോറിലെ പഴുപ്പുകെട്ട്, അതാണ് ബ്രെയിൻ ആബ്സസ്, അല്ലെങ്കിൽ ശരീരത്തിൽ വേറെ ഏത് ഭാഗത്തും ഉണ്ടാകുന്ന രീതിയിലുള്ള സിസ്റ്റുകൾ, അതായത് അരക്കനോയിഡ് സിസ്റ്റ്, ഡെർമോയിഡ് സിസ്റ്റ്, ഇവയെല്ലാം നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ബ്രെയിൻ ട്യൂമറുകളാണ്. രണ്ടാമത്തെ ടൈപ്പാണ് തലച്ചോറിൽ നിന്ന് ഉത്ഭവിക്കുന്ന മുഴകൾ, അതാണ് നമ്മൾ പ്രൈമറി ബ്രെയിൻ ട്യൂമർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ശരീരത്തിൽ വേറെ എവിടെയെങ്കിലും ക്യാൻസർ ഉണ്ടായി അത് തലച്ചോറിലേക്ക് സ്പ്രെഡ് ചെയ്യുക, അതിനെയാണ് നമ്മൾ സെക്കൻഡറി ബ്രെയിൻ ട്യൂമർ എന്ന് പറയുന്നത്. ബ്രെയിൻ ട്യൂമേഴ്സിന്റെ ലക്ഷണങ്ങൾ പ്രധാനമായി ഒന്നാമത്തേത് തലവേദനയാണ്. അത് സാധാരണ ഉണ്ടാകുന്ന രീതിയിലുള്ള തലവേദനയല്ല, പ്രോഗ്രസീവ് ഹെഡേക്ക്, അതായത് കാഠിന്യം കൂടിക്കൂടി വരുന്ന തലവേദന. രണ്ടാമത്തത് ഏർലി മോർണിംഗ് ഹെഡേക്ക്, അതിരാവിലെ തലവേദന, ശക്തമായ തലവേദന കാരണം എഴുന്നേൽക്കുക, ഛർദിക്കുക. മൂന്നാമത്തത് പൊസിഷണൽ ഹെഡേക്ക്, അതായത് കിടക്കുമ്പോൾ തലവേദന കൂടുന്നു, എഴുന്നേറ്റിരിക്കുമ്പോൾ തലവേദന കുറയുന്നു. ഈ ടൈപ്പിലുള്ള തലവേദനകളാണ് ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണമായി സാധാരണഗതിയിൽ കാണാറുള്ളത്. മറ്റു ലക്ഷണങ്ങൾ ഒന്നാണ് അപസ്മാരം, കേൾവിക്കുറവ്, കാഴ്ചക്കുറവ്, പിന്നെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ. ഇവയെല്ലാം ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണങ്ങളായി കാണാം. ബ്രെയിൻ ട്യൂമർ സംശയിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻസ് ആണ്, അതായത് പരിശോധനകൾ. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായത് തലയുടെ സ്കാനാണ്. ഇന്ന് നമുക്കറിയാം CT സ്കാൻ, MRI സ്കാൻ, അതുപോലെയുള്ള പലതരത്തിലുള്ള സ്കാനുകൾ ലഭ്യമാണ്. അതിൽ തന്നെ MRI സ്കാൻ ആണ് ബ്രെയിൻ ട്യൂമറിന്റെ ഡയഗ്നോസിസിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. MRI ചെയ്യുന്നത് വഴി തലച്ചോറിലെ മുഴകൾ ക്യാൻസറസ് ആണോ നോൺ ക്യാൻസറസ് ആണോ, തലച്ചോറിൽ നിന്ന് എവിടെ നിന്നാണ് ഇത് ഉണ്ടാകുന്നത്, ഒരെണ്ണമാണോ അതോ പല ഇതുണ്ടോ, ഇതെല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. ഡയഗ്നോസിസ് ചെയ്തു കഴിഞ്ഞാൽ അടുത്തത് ചികിത്സയാണ്. ചികിത്സ പ്രധാനമായും രണ്ട് രീതിയിലാണ്. ഒന്ന്, എടുത്തു മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ അത് നമ്മൾ സർജറി വഴി എടുത്തു മാറ്റുന്നു. രണ്ടാമത്തത് റേഡിയേഷൻ തെറാപ്പിയാണ്. നിംസ് ഹോസ്പിറ്റൽ വണ്ടൂരിൽ മുഴുവൻ സമയ ന്യൂറോളജിസ്റ്റിന്റെയും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ MRI സേവനവും ലഭ്യമാണ്. ബ്രെയിൻ ട്യൂമർ സംബന്ധമായിട്ടുള്ള എല്ലാ പരിശോധനകൾക്കും മുൻപോട്ടുള്ള ചികിത്സാ നിർദ്ദേശത്തിനും നിംസ് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. നന്ദി. താങ്ക് യു.